തനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചതിനു ശേഷം മാസങ്ങളായിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പുലിക്കളിയുടെ തലേദിവസം മാധ്യമങ്ങളിലൂടെയാണ് കേന്ദ്ര സർക്കാർ ടൂറിസം വകുപ്പ് പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച വിവരമറിഞ്ഞത്. കഴിഞ്ഞ 2 വർഷമായി സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായ തൃശൂർ സ്വദേശി ഡോക്ടർ ഗോപാലകൃഷ്ണൻ മുൻകൈയെടുത്ത 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ തൃശൂരിന്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മുൻകൈയെടുത്ത അനുവദിച്ച കേന്ദ്ര സഹായം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു. ഈ സന്തോഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുലിക്കളി സംഘങ്ങൾ നേരിൽ കണ്ടറിയിക്കുകയും പ്രത്യേക ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തിരുന്നു. പുലിക്കളിയെ തുടർന്ന് ഈ 2 ധനസഹായങ്ങളും ലഭ്യമാകുന്നതിനായി DTPC ആവശ്യപ്പെട്ടതിനനുസരിച്ച് വേണ്ടതായ മുഴുവൻ രേഖകളും സമർപ്പിക്കുകയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ അനുവദിച്ച ധനസഹായം പുലിക്കളി സംഘങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പല സംഘങ്ങളും കടുത്ത സാമ്പത്തിക ബാധ്യതകളിലായിരുന്നതിനാൽ പുലിക്കളി സംഘങ്ങളുടേതല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ധനസഹായം അനുവദിക്കണമെന്ന് പുലിക്കളി കൂട്ടായ്മ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. അനുകൂലമായ തീരുമാനങ്ങളില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. ആദ്യഘട്ടമായി ജൂലൈ ആദ്യവാരം DTPC ഓഫീസിലേക്ക് ഒറ്റപ്പുലി പ്രതിഷേധവും നടത്തും. സംയുക്ത യോഗത്തിൽ സീതാറാമിൽ, അയ്യന്തോൾ, ശങ്കരംകുളങ്ങര, ചക്കാമുക്ക്, കുട്ടൻകുളങ്ങര, പാട്ടുരായ്ക്കൽ, വിയ്യൂർ, കാനാട്ടുകര, ഒളരിക്കര, വെളിയന്നൂർ പുലിക്കളി സംഘങ്ങളുടെ ഭാരവാഹികളും പങ്കെടുത്തു. ഒരു കാര്യത്തിലുള്ള ഈ കഴിഞ്ഞ 10 മാസമായിട്ട് യാതൊരു തരത്തിലുള്ള കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷം അപ്പോൾ സഹായധനമായിട്ടാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ തുക ഇന്ന് എല്ലാ സംഘങ്ങൾക്കും കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ എല്ലാ ടീമുകളും 11 ടീമുകൾ അടങ്ങുന്ന ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗ തീരുമാനപ്രകാരം ഈ തുക ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള രീതിയിൽ നാളെ കലക്ടറുമായിട്ട് അതിനെ തുടർന്ന് നമുക്ക് ഇവിടുത്തെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി സാറുമായിട്ട് നേരിട്ട് അദ്ദേഹത്തെ കണ്ട് നമ്മളൊരു മെമ്മോറാണ്ടം കൊടുക്കണമെന്നും തുടർ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടണമെന്നും അത് നടക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങണമെന്നാണ് ഇന്നലെ കൂടിയ യോഗത്തിൽ തീരുമാനമെടുത്തത്. കണ്ണില്ലാത്ത ക്രൂരത. കാഴ്ചപരിമിതിയുള്ള തൊഴിലാളിയെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റുകളും തട്ടിയെടുത്തു. തൃശൂർ അത്താണിയിലാണ് സംഭവം. അമ്പലപുരം സ്വദേശി പേരാമംഗലത്ത് വീട്ടിൽ 44-കാരൻ PJ ഷിബു ആണ് തട്ടിപ്പിനിരയായത്. കണ്ണില്ലാത്ത ക്രൂരത. കാഴ്ചപരിമിതിയുള്ള തൊഴിലാളിയെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റുകളും തട്ടിയെടുത്തു. തൃശൂർ അത്താണിയിലാണ് സംഭവം. അത്താണി അമ്പലപുരം സ്വദേശി പേരാമംഗലത്തെ വീട്ടിൽ 44-കാരൻ PJ ഷിബു ആണ് തട്ടിപ്പിനിരയായത്. ബൈക്കിലെത്തിയ തട്ടിപ്പുകാരൻ 18/6/2026 തീയതിയിലെ 5000 രൂപയുടെ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച കൃത്രിമ ലോട്ടറി നൽകിയാണ് തൊഴിലാളിയെ പറ്റിച്ച് കടന്നുകളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കടയിൽ വാങ്ങാൻ ചെന്നപ്പോഴാണ് അവര് ഇത് കറക്റ്റായിട്ട് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഉള്ള ഇതായിരുന്നു. ഇതിന് ശരിക്കും ഇതിന്റെ ഡേറ്റ് 16/4/26 അപ്പൊ അത് മാറ്റിയിട്ടാണ് 18-ാം തീയതി ടിക്കറ്റിന്റെ ഡേറ്റ് ഇതിലൊട്ടിച്ചു. 18-ാം തീയതിയിലെ 5000 രൂപയുടെ സമാനാർഹമായ ടിക്കറ്റ് നമ്പറിന്റെ സമാന നമ്പറുള്ള 16-ാം തീയതിയിലെ ടിക്കറ്റ് തിരഞ്ഞെടുത്ത ദിവസം രേഖപ്പെടുത്തിയ ഭാഗം മാറ്റിയൊട്ടിച്ചാണ് തട്ടിപ്പ് നടന്നത്. റോഡിലൂടെ നടന്ന് വിൽപ്പന നടത്തുന്ന ഷിബുവിന് സമീപം പാന്റും ഷർട്ടും കണ്ണടയും ധരിച്ച വാഹനത്തിലെത്തിയ തട്ടിപ്പുകാരൻ 800 രൂപയും ബാക്കി തുകയ്ക്ക് ലോട്ടറി ടിക്കറ്റുകളും വാങ്ങിയ ശേഷം ബൈക്കുമെടുത്ത് സ്ഥലം വിട്ടു. സംഭവത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാഴ്ചക്കുറവുള്ളതിനാൽ പിന്നീട് അത്താണിയിലെ ലോട്ടറി ഏജൻസിയിൽ സമ്മാനത്തുക മാറിയെടുക്കാൻ എത്തിയപ്പോഴാണ് ഷിബുവിന് പറ്റിക്കപ്പെട്ടത് മനസ്സിലായത്. എന്തു ചെയ്യണമെന്നറിയാതെ വഴിയരികിൽ കരഞ്ഞു നിന്ന തൊഴിലാളിയെ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ആശ്വസിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഷിബു വടക്കാഞ്ചേരി പോലീസിൽ പരാതിയും നൽകി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭാര്യയും കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങുന്ന ഷിബുവിന്റെ നിർധന കുടുംബത്തിന് ലോട്ടറി വിൽപ്പനയാണ് ഏക വരുമാന മാർഗം. കാഴ്ചയില്ലാത്ത തന്നെ പോലുള്ള നിർധനരെ കാഴ്ചയുള്ളവർ ഒരു മനസ്സലിവുമില്ലാതെ പറ്റിച്ചു മുങ്ങുന്ന സമൂഹത്തിൽ എങ്ങനെ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന ചോദ്യവും ഷിബുവിനുണ്ട്.
സംഭവത്തെ തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ ഷിബുവിന് താൽക്കാലിക ആശ്വാസമൊരുക്കി. എന്തു ചെയ്യണമെന്നറിയാതെ വഴിയിൽ വിഷമിച്ചു നിന്ന ഷിബുവിന് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് നഷ്ടപ്പെട്ട തുക പലരിൽ നിന്നായി സമാഹരിച്ചു നൽകി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും തട്ടിപ്പുകാരനെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു. പരിമിതിയുള്ള ഒരു കുടുംബമാണ്, നിർധനരായ ഒരു കുടുംബമാണ് അമ്പലപുരത്തെ. അവര് ഏക വരുമാനമാണ് ഈ ലോട്ടറി കച്ചവടം. അദ്ദേഹത്തിന്റെ ഷിബു പേരാമലത്ത് ഷിബു ജോസേട്ടൻ്റെ മകൻ വളരെ കാലമായിട്ട് തണിയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. കൃത്യമായിട്ട് അവർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. CCTV പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ്. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾക്കും കണ്ണ് പരിമിതി ബുദ്ധിമുട്ടുണ്ട്. KSRTC പ്രിയദർശിനി ബസ്സും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അപകടം. KSRTC പ്രിയദർശിനി ബസ്സും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 20-ലധികം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അപകടം നടന്നത്. പാറശാല നെടുമങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ്സിലാണ് എതിർദിശയിൽ നിന്നും വന്ന കാലിത്തീറ്റ കയറ്റി വന്ന ചരക്ക് ലോറി കൂട്ടിയിടിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പരിക്കേറ്റവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. വലിയ ശബ്ദത്തോടെയാണ് കൂട്ടിയിടി നടന്നത്. ചരക്ക് ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശത്തെ ചില്ലുകൾ തകർന്ന നിലയിലാണ്. ചില്ലിക്കൊമ്പന്റെ വിടവ് നികത്താൻ നെല്ലിയാമ്പതിയിൽ കട്ടക്കൊമ്പന്റെ സജീവ സാന്നിധ്യം. പോത്തുപാറ പുതുപ്പാടിയിൽ ജനവാസ മേഖലയിലെത്തിയ കട്ടക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ചില്ലിക്കൊമ്പന്റെ വിടവ് നികത്താൻ നെല്ലിയാമ്പതിയിൽ കട്ടക്കൊമ്പന്റെ സജീവ സാന്നിധ്യം. നെല്ലിയാമ്പതി പോത്തുപാറ പുതുപ്പാടിയിൽ ജനവാസ മേഖലയിലെത്തിയ കട്ടക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ രാത്രി പ്രദേശത്തെ പ്ലാവിലെ ചക്ക ഭക്ഷണമാക്കാനെത്തിയ ആനയുടെ ദൃശ്യങ്ങളാണ് നാട്ടുകാർ പകർത്തിയത്. വർഷങ്ങളായി നെല്ലിയാമ്പതി മേഖലയിൽ സജീവമായിരുന്ന ചില്ലിക്കൊമ്പനും ഇത്തരത്തിൽ ചക്ക ഭക്ഷിക്കാൻ നാട്ടിലെത്തുന്നത് പതിവായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ചില്ലിക്കൊമ്പൻ ചെരിഞ്ഞതും വലിയ ചർച്ചയായിരുന്നു. ചില്ലിക്കൊമ്പനോട് സാദൃശ്യമുള്ള കട്ടക്കൊമ്പനും മേഖലയിൽ സജീവ സാന്നിധ്യമാവുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസുള്ള ഇന്ത്യയിലെ ഏക വനിത എന്ന നിലയിൽ വാർത്താ താരമായ ഏങ്ങണ്ടിയൂരിലെ രേഖ കാർത്തികേയന്റെ ചേറ്റുവ അഴിമുഖത്തെ വീട്ടിലേക്ക് കടലാക്രമണം. കിടപ്പാടം ഏത് നിമിഷവും കടലെടുക്കുമെന്ന ഭീതിയിലാണ് രേഖയുടെ കുടുംബം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസുള്ള ഇന്ത്യയിലെ ഏക വനിത എന്ന നിലയിൽ വാർത്താ താരമായ ഏങ്ങണ്ടിയൂരിലെ രേഖ കാർത്തികേയന്റെ ചേറ്റുവ അഴിമുഖത്തെ വീട്ടിലേക്ക് കടലാക്രമണം. കിടപ്പാടം ഏത് നിമിഷവും കടലെടുക്കുമെന്ന ഭീതിയിലാണ് കുടുംബം പോറ്റാൻ 2013 മുതൽ ആഴക്കടലിലേക്ക് ബോട്ടോടിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന രേഖ. 2017 ഓഖി കടൽ ചുഴി വന്നതിന് ശേഷം ഈ പ്രദേശത്തേക്ക് കടലാക്രമണം വർദ്ധിച്ചു. അടിക്കടിയുണ്ടാകുന്ന ന്യൂനമർദ്ദവും വേലിയേറ്റവും മൂലം കടൽക്കരയിലേക്ക് ഇരച്ചു കയറുന്ന പ്രതിഭാസം വർദ്ധിച്ചു. കുന്നുകണക്കിന് മണലുമായാണ് കൂറ്റൻ കടൽ തിരകൾ എത്തുന്നതെന്നാണ് രേഖ പറയുന്നത്. വീട്ടിലേക്ക് വരെ തിരയെത്തുന്ന സ്ഥിതിയായി. കടൽവെള്ളം കെട്ടിനിന്ന് തറയും ചുവരും ദ്രവിച്ചു. ചോർച്ചയുള്ള വീട് ഏത് നിമിഷവും നിലംപൊത്താമെന്ന നിലയിലാണ്. ഹൃദ്രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ഭർത്താവ് കാർത്തികേയനും 4 പെൺമക്കൾക്കുമൊപ്പമാണ് രേഖ ഈ വീട്ടിൽ കഴിയുന്നത്. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ താമസിക്കരുതെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഓഗി വന്നതിന് ശേഷം അവിടെ താമസിച്ചിരുന്ന എല്ലാ വീടുകളും പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വെള്ളം വരില്ലായിരുന്നു. കടൽ കയറി. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. പക്ഷെ അവരൊക്കെ പോയി വാടകയ്ക്കൊക്കെ താമസിക്കലൊക്കെ. പക്ഷെ നമുക്ക് 1 മാസം മാത്രം വാടക കൊടുത്താൽ പോരല്ലോ, ഇന്നും കൊടുക്കണ്ട. അപ്പം നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ പോലീസുകാരും മെമ്പർമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഒഴിഞ്ഞു മാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറണില്ല എന്ന് പറഞ്ഞു. വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനുള്ള വരുമാനം ഇല്ലാത്തതിനാൽ മാറി താമസിക്കാനുമായില്ല. 2 വർഷം മുമ്പ് കടലാക്രമണത്തിൽ രേഖയുടെ മത്സ്യബന്ധന വള്ളം തകർന്നു പോയിരുന്നു. ഉപജീവനമാർഗം ഇല്ലാതായതോടെ ക്ലേശിച്ച കുടുംബത്തിന് RK രവിയും നടൻ TG രവിയും ഇടപെട്ട തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ടെക്കോസയിലെ ചില അംഗങ്ങൾ വള്ളം വാങ്ങിക്കൊടുത്തു. കടൽ രേഖ എന്നാണ് രേഖയുടെ വള്ളത്തിന്റെ പേര്. ഇപ്പോൾ ഈ പ്രദേശത്ത് കടലാക്രമണ ഭീഷണിയില്ലാത്ത 5 സെന്റ് സ്ഥലം വാങ്ങി ചെറിയൊരു വീട് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലാണ് രേഖയുടെ കുടുംബം. എന്നാൽ കഞ്ഞിക്കുള്ള വരുമാനത്തിന് ക്ലേശിക്കുന്ന ഇവർക്ക് സുരക്ഷിതമായ വീട് സ്വപ്നം മാത്രമാണ്. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രേഖയും കുടുംബവും. ന്യൂസ് ഡെസ്ക് തനിനിറം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകൾ
സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.